ആകാശവാണി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾക്ക് ജൂലൈ 1 മുതൽ പുതിയ രൂപം കൈവരികയാണ്. ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്നിവയ്ക്ക് പകരമായാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇരയ്ക്ക് കൂടുതൽ സംരക്ഷണം നൽകുക, നീതി ഉറപ്പാക്കുക എന്നതാണ് പുതിയ നിയമങ്ങളുടെ ലക്ഷ്യം. കാലാനുസൃതമായി കൊണ്ടുവന്ന ഈ മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് എങ്ങനെ ഗുണകരമാകുമെന്നാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് സംസ്ഥാന പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ദിനിൽ JK ആണ്. നമസ്കാരം സർ, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ പ്രധാനമായി എന്തൊക്കെ മാറ്റങ്ങളാണ് സർ കൊണ്ടുവരുന്നത്? കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വളരെയധികം മാറ്റങ്ങൾ ഈ 3 നിയമങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതിൽ വിക്ടിംസിന് കൂടുതലായിട്ട് ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് നടന്ന സ്റ്റേഷൻ പരിധിക്ക് പുറമെ ഏതൊരു സ്റ്റേഷൻ പരിധിയിലും നേരിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയോ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതിനാണ് നമ്മൾ 0 FIR, EFIR എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു മാറ്റം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും മറ്റുള്ളവർക്കും തങ്ങൾക്ക് നേരിട്ട കുറ്റകൃത്യം ഏത് സ്റ്റേഷൻ പരിധിയിലാണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കാവുന്ന തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇത്തരത്തിൽ കുറ്റകൃത്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ അധികാരി 3 ദിവസത്തിനുള്ളിൽ അത് റിപ്പോർട്ട് ചെയ്ത ആളിൽ നിന്നും ഒപ്പിട്ട് വാങ്ങി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ ആരംഭിക്കുന്ന FIRൻ്റെ കോപ്പി സൗജന്യമായി ഇനി മുതൽ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് പുറമെ ആ കുറ്റകൃത്യത്തിന് വിധേയരായ ഇരകൾക്കും നൽകേണ്ടതാണ്. ഇത് പ്രധാനപ്പെട്ട മാറ്റമാണ്. കൂടാതെ ഈ 3 വർഷത്തിന് മുകളിലും 7 വർഷത്തിന് ഇടയിലും ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ അധികാരിക്ക് പ്രഥമ ദൃഷ്ട്യാ അങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന് 14 ദിവസത്തിനുള്ളിൽ ഒരു പ്രാഥമിക അന്വേഷണം DYSPയുടെ മുൻകൂർ അനുമതിയോടെ നടത്തുന്നതിന് വിവേചനാധികാരം ഇനിമേൽ ഉപയോഗിക്കാവുന്നതാണ്. പ്രാഥമിക അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താതിരിക്കുകയോ ചെയ്താൽ കോടതികൾ മുഖേന തുടർ നടപടികൾ ഇരകൾക്ക് കൈക്കൊള്ളാവുന്നതാണ്. ആ രീതിയിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാത്രവുമല്ല, കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ കേസിൻ്റെ അന്വേഷണ പുരോഗതി കേസിനെക്കുറിച്ച് അറിവ് നൽകുന്ന ആളിനോ കേസിൽ ഇരയാകപ്പെട്ട വ്യക്തിക്കോ നൽകേണ്ടതാണ്. ഇത് തൻ്റെ കേസ് ശരിയായ രീതിയിലാണ് പോലീസ് അന്വേഷിക്കുന്നതെന്ന് ഇരകളായ വ്യക്തികൾക്ക് മനസ്സിലാക്കുന്നതിനും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ഉതകുന്നതാണ്. കൂടാതെ അന്വേഷണം പൂർത്തിയാക്കി കോടതി മുമ്പാകെ നൽകുന്ന പോലീസിൻ്റെ റിപ്പോർട്ട്, അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇനിമേൽ പ്രതികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കേസിലെ ഇരകൾക്കും കൊടുക്കേണ്ടതുണ്ട്. ഇതുവഴി ഒരു കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിക്ക് ഏത് വിധേനയാണ് തൻ്റെ കേസ് കോടതിയിൽ എത്തിച്ചതെന്നും ആയതിൻ്റെ തെളിവുകൾ വിശകലനം ചെയ്യുന്നതിനും പ്രതികൾക്ക് ലഭിക്കുന്ന അവകാശം പോലെ തന്നെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇത് കേസിലെ ഇരകൾക്ക് കൂടി ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നതിന് സഹായകരമായ ഒന്നാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ പ്രാധാന്യം ഈ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് പ്രധാനമായും അവ? ഈ പുതിയ നിയമത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ നിർവചനം, ചൈൽഡ് അഥവാ കുട്ടിയുടെ നിർവചനം 18 വയസ്സിൽ താഴെയുള്ള ഏതൊരാളും എന്നാക്കിയിട്ടുണ്ട്. കൂടാതെ ട്രാൻസ്ജെൻഡറിൻ്റെ നിർവചനവും പുതിയതായി ചേർത്തിട്ടുള്ളതാണ്. IPCൽ അഥവാ ഇന്ത്യൻ പീനൽ കോഡിൽ പല ഭാഗത്തുണ്ടായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളും ചില പുതിയ വകുപ്പുകളും ചേർത്ത് 63 മുതൽ 99 വരെയുള്ള സെക്ഷനുകൾ ഉൾപ്പെടുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരു 5-ാം അധ്യായം പുതിയതായി രൂപാന്തരപ്പെടുത്തി. ഈ 5-ാം അധ്യായത്തിൽ നിലവിലെ സാമൂഹിക അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരുത്തുന്ന നിലയിൽ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റേപ്പ് അഥവാ ബലാത്സംഗത്തിൻ്റെ IPCയിലെ നിർവചനത്തിൽ ലൈംഗിക ബന്ധത്തിൻ്റെ 4 ശാരീരിക അവസ്ഥകളും
ഇരയായ സ്ത്രീയുടെ 7 മാനസികാവസ്ഥകളും വിവരിക്കുന്നു. ഇരയായ സ്ത്രീയുടെ മാനസികാവസ്ഥയിൽ 6-ാമതായി 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി ലൈംഗിക ബന്ധത്തിന് സമ്മതം കൊടുത്താലും ഇല്ലെങ്കിലും ആയത് ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിർവചനത്തിൽ ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരാത്ത 2 ഒഴിവുകൾ ഉണ്ട്. അതിലൊന്ന്, ഒരു ഡോക്ടർ ഒരു സ്ത്രീയുടെ വൈദ്യപരിശോധനയ്ക്ക് ആവശ്യമായ രീതിയിൽ സ്ത്രീ ശരീരത്തിൽ നടത്തുന്ന ഇടപെടലുകളാണ്. കൂടാതെ 2-ാമതായി ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം റേപ്പിൻ്റെ പരിധിയിൽ വരാത്തതും അത്തരം സാഹചര്യത്തിൽ ഭാര്യയുടെ പ്രായം 15 വയസ്സിന് താഴെയാകാൻ പാടില്ലാത്തതുമാകുന്നു. പുതിയ നിയമത്തിൽ ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധത്തിൽ സ്ത്രീയുടെ പ്രായപരിധി മാറ്റം വരുത്തി 15-ൽ നിന്നും 18 ഉയർത്തിയിട്ടുള്ളതാണ്. ഏത് സാഹചര്യത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നാലും ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ നിലവിലെ IPCയിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്ന കുട്ടികളുടെ പ്രായം 16, 12 എന്ന രീതിയിൽ വിശദീകരിച്ചിരുന്നതും 12 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയാൽ വധശിക്ഷ ഉൾപ്പെടുത്തിയിരുന്നതുമാണ്. ആയതിൽ മാറ്റം വരുത്തി 18 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളെ കൂട്ടബലാത്സംഗത്തിന് വിധേയരാക്കിയാൽ വധശിക്ഷ കൂടി ഉൾപ്പെടുത്തി പ്രായപരിധിയിലെ ഏകത കർശനമാക്കിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഇനിമേൽ ചതിപ്രയോഗത്തിലൂടെ വിവാഹ വാഗ്ദാനം നൽകിയും ജോലി, പ്രമോഷൻ എന്നിവ വാഗ്ദാനം നൽകിയും സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കൂടാതെ ഐഡൻറ്റിറ്റി മറച്ചുവെച്ച് വിവാഹം കഴിച്ച് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ആയത് റേപ്പ് അഥവാ ബലാത്സംഗത്തിൻ്റെ നിർവചനത്തിൽ വരാത്ത സാഹചര്യത്തിൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കുന്ന തരത്തിൽ കുറ്റകരമാക്കിക്കൊണ്ടുള്ള പുതിയ വകുപ്പ് ഏർപ്പെടുത്തി. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥകൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? സൈബർ ക്രൈംസിന് പ്രത്യേകമായിട്ട് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പുതിയ ഓർഗനൈസ്ഡ് ക്രൈം അഥവാ സംഘടിത കുറ്റകൃത്യം എന്ന നിലയിൽ ഒരു കുറ്റകൃത്യം വന്നിട്ടുണ്ട്. അത് തുടർച്ചയായുള്ള നിയമവിരുദ്ധമായ തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, വാഹനമോഷണം, വസ്തുവകകൾ കൈവശപ്പെടുത്തൽ, കൊട്ടേഷൻ എടുത്ത കൊലപാതകങ്ങൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ആ ഭാഗത്ത് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കൂടി പറയുന്നുണ്ട്. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടെ ഈ സംഘടിത കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഒരു പുതിയ വകുപ്പായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ പ്രധാനമായി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സർ? നമ്മൾ എവിഡൻസ് ആക്ടിൽ, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം, അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണയുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പേപ്പർ ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളതാണ്. അതെപ്പോഴും ഡോക്യുമെൻ്റ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പേപ്പർ വൈസ് ഡോക്യുമെൻ്റ് എന്നുള്ള നിലയിൽ എല്ലാമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കാലത്തിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. പേപ്പർ വൈസ് ഡോക്യുമെൻറ്റിനോടൊപ്പം തന്നെ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ്, ഡിജിറ്റൽ റെക്കോർഡ്സ്, ആ രീതിയിലേക്കുള്ളൊരു മാറ്റമാണ് BSA ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക് രേഖകൾ അഥവാ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ നിർവചനത്തിൽ ചേർക്കുകയും പ്രൈമറി എവിഡൻസിൻ്റെ പരിധിയിൽ ഇലക്ട്രോണിക് രേഖകൾ കൂട്ടിച്ചേർത്ത് ക്രിമിനൽ ജുഡീഷ്യൽ നടപടിക്രമത്തിലെ ഡിജിറ്റൽ യുഗത്തിന് യഥാർത്ഥത്തിൽ ആരംഭം കുറിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഡിജിറ്റൽ രേഖകളുടെ സ്വീകാര്യതയ്ക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളും സർട്ടിഫിക്കറ്റ് ഫോമുകളും പുതിയതായിട്ട് ചേർത്തിട്ടുമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന എല്ലാവിധത്തിലുള്ള കൊളോണിയൽ വാക്കുകളും പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ നിന്നും മാറ്റിയിട്ടുമുണ്ട്. ഈ നിയമങ്ങൾ ജൂലൈ 1 മുതലാണല്ലോ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനു മുന്നേ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാവുമോ? ഈ പറഞ്ഞ ചോദ്യത്തിന് ആ നിയമങ്ങളിൽ തന്നെ അതിൻ്റെ അവസാനം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതായത് അതിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ള നടപടിക്രമങ്ങളും കാര്യങ്ങളും, കേസ് രജിസ്റ്റർ ചെയ്തതും കാര്യങ്ങളുമൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടിന്യൂ ചെയ്യുകയും 1-ാം തീയതിക്ക് ശേഷം 2 തരത്തിലുള്ള സമീപന രീതി പോലീസും കോടതികളും പ്രോസിക്യൂഷനും സ്വീകരിക്കേണ്ട നിലയുണ്ടാകും. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെയും ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇനി പൊതുജനങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, 3 വർഷത്തിന് താഴെയുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ഇൻഫേമായ ആൾക്കാരെയും 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയും അറസ്റ്റ് ചെയ്യുന്നതിന് ഇനിമേൽ DYSPയുടെ മുൻകൂട്ടിയുള്ള അനുമതി ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിൻ്റെ പേര്, മേൽവിലാസം, കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം എന്നിവ ജില്ലാതലത്തിലും പോലീസ് സ്റ്റേഷനിലും സൂക്ഷിക്കുന്നതിന്
ASI റാങ്കിൽ കുറയാതെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തേണ്ടതും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലും പോലീസ് സ്റ്റേഷനുകളിലും ഈ വിവരങ്ങൾ ഡിജിറ്റൽ രീതിയിൽ ഉൾപ്പെടെ വ്യക്തമായി പ്രദർശിപ്പിക്കേണ്ടതാണ്. മാത്രവുമല്ല, ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ കാഠിന്യവും അനുസരിച്ച് അറസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് കൈവിലങ്ങ് ഉപയോഗിക്കുന്നതിന് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നമുക്കറിയാം, അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ആശുപത്രികളിലും മറ്റും ഉണ്ടായിട്ടുള്ള അപകടങ്ങളും കുറ്റവാളികളിൽ നിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റങ്ങളുമൊക്കെ ഒരുപാട് പബ്ലിക് ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ പ്രതികളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് പോലീസിന് കൈവിലങ്ങ് ഉപയോഗിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. മാത്രമല്ല, കോടതികളിൽ നിന്നും അനുവദിക്കുന്ന സമൻസ് നിലവിലെ രീതിക്ക് പുറമെ അത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി ഇനി അനുവദിക്കാവുന്നതും ആയത് നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒന്നുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർ ആ കുറ്റകൃത്യത്തിലൂടെ നേരിട്ടോ അല്ലാതെയോ സ്വത്തുവകകൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആയത് കണ്ടുകെട്ടി ഇരകൾക്ക് നൽകുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഒരു കുറ്റവാളി കോടതി മുമ്പാകെ ട്രയൽ സമയം ഹാജരാകാതെ ഒളിച്ചുമാറി നടന്നാൽ അയാളെ പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയി പ്രഖ്യാപിച്ച് അയാളുടെ സാന്നിധ്യമില്ലാതെ തന്നെ ട്രയൽ പൂർത്തിയാക്കി ജഡ്ജ്മെൻറ്റ് ഇനിമേൽ പുറപ്പെടുവിക്കാവുന്നതാണ്. പ്രതികൾ നടപടിക്രമങ്ങളിൽ നിന്നും ഒഴിവായി വിചാരണയ്ക്ക് ഹാജരാകാതെയുള്ള സാഹചര്യങ്ങൾ ഇനിമേൽ ഒഴിവാക്കപ്പെടും. മാത്രവുമല്ല, കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുത്ത കോടതികളിൽ എത്തിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകൾ കോടതികൾ വിചാരണയ്ക്ക് ആവശ്യമായ നിലയിൽ ഫോട്ടോ, വീഡിയോ എന്നിവയെടുത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടതും തുടർന്നായത് ഉചിതമായ രീതിയിൽ തൊണ്ടിമുതലുകൾക്ക് മേൽ തീർപ്പ് കൽപ്പിക്കേണ്ടതുമാണ്. ഇത്തരം മാറ്റങ്ങൾ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കേസിൻ്റെ അന്വേഷണവും തീർപ്പാക്കലും വളരെ പെട്ടെന്ന് കാര്യക്ഷമമായ നിലയിൽ നിർവഹിക്കുന്നതിന് സഹായകരമായ ഒന്നാണ്. തെറ്റുതിരുത്തൽ എന്ന നിലയിൽ ചില കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹിക സേവനം വ്യവസ്ഥ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഏതൊക്കെ കുറ്റകൃത്യങ്ങൾക്കാണ് സർ? കമ്മ്യൂണിറ്റി സർവീസ് എന്ന നിലയിൽ ഒരു പുതിയ ശിക്ഷാ രീതി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും 6 കുറ്റകൃത്യങ്ങൾക്കാണ് കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷാവിധിയായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയമവിരുദ്ധമായി ഒരു ഉദ്യോഗസ്ഥൻ കച്ചവടത്തിലേർപ്പെടൽ, കോടതിയുടെ വാറണ്ട് നടപ്പാകാനാകാതെ ഒളിച്ചുമാറി നടക്കുന്നവർക്കെതിരെ സ്വീകരിക്കുന്ന പ്രൊക്ലമേഷൻ അഥവാ വിളംബരത്തിൽ കോടതി മുമ്പാകെ ആവശ്യപ്പെട്ട സ്ഥലത്തും സമയത്തും ഹാജരാകാതിരിക്കൽ, ഒരു ഉദ്യോഗസ്ഥനെ ഔദ്യോഗിക കുറ്റകൃത്യത്തെ തടയുന്നതിനോ പിന്തിരിപ്പിക്കുന്നതിനോ ആത്മഹത്യാശ്രമം നടത്തൽ, 5000 രൂപയിൽ കുറയാതെയുള്ള മൂല്യമുള്ള വസ്തുവകകൾ മോഷണം നടത്തുന്ന ആദ്യമായി മോഷണ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട കുറ്റവാളി ആ വസ്തുവകൾ തിരികെ നൽകുന്ന സാഹചര്യത്തിൽ, മദ്യപിച്ച് പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ പെരുമാറൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ കുറ്റകൃത്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് കൂടെ ഇനിമേൽ പണിഷ്മെൻ്റായിട്ട് ഒരു ശിക്ഷാവിധിയായിട്ട് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തിന് വെളിയിലിരുന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള അബറ്റ്മെൻറ്റ് അഥവാ പ്രേരണ നൽകുന്ന ഒരു പുതിയ വകുപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം, ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ആൾക്കൂട്ട ആക്രമണത്തിലുണ്ടാകുന്ന കൊലപാതകവും ഗുരുതരമായ പരിക്കുകളും നേരിടുന്നതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ്. 5 അതിൽ കൂടുതൽ ഉള്ള ആൾക്കാർ ഒരുമിച്ച് ജാതി, മത, ലിംഗ, വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭാഷ, ജന്മസ്ഥലം, വിശ്വാസം എന്നിവയുടെ അടിസ്ഥാനത്തിലും സമാന സാഹചര്യങ്ങളിലും ആക്രമണം നടത്തി ആൾ മരണപ്പെട്ടാൽ വധശിക്ഷ, ജയിൽവാസം, പിഴ എന്നിവ ഉൾപ്പെടെ ചേർത്ത് മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. ആൾക്കൂട്ട ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചാൽ 7 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ഉൾപ്പെടെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പുതിയ നിയമങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായും സംക്ഷിപ്തമായും നമ്മളോട് സംസാരിച്ച ശ്രീ ദിനൽ സാറിന് വളരെയധികം നന്ദി. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ചർച്ച അവസാനിക്കുകയാണ്. നന്ദി.